ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച് കോൺഗ്രസ് നേതാക്കൾ. ആരോപണം ഉയർന്ന മാസങ്ങൾക്ക് ശേഷം കേസെടുത്തതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്നാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളാതെയും കൊള്ളാതെയുമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്ത് വന്നത്. വിഷയത്തിൽ പറയാനുള്ളതെല്ലാം നേരത്തെ പറഞ്ഞതാണെന്നും ഇതിൽ പുതുമ ഒന്നുമില്ലെന്നായിരുന്നു പ്രതികരണം. രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരുന്നുവെന്ന് മാത്രമായിരുന്നു മറുപടി. മറ്റ് ചോദ്യങ്ങളോട് സണ്ണി ജോസഫ് പ്രതികരിച്ചില്ല. ആ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് ഇതേ യുവതിനൊക്കെ ഉത്തരം പറഞ്ഞതാണ്. ഒരു പുതുമയില്ല. രാഹുലിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. Let the law takes its own action. എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും കേസുകൾ ഉണ്ടാക്കുക എന്നത് CPM ലക്ഷ്യമാണെന്നും സ്വർണ്ണക്കവർച്ച വഴിമാറ്റിവിടുന്നതിനുള്ള തന്ത്രമാണിതെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. രാഹുലിന്റെ രാജി മുതിർന്ന നേതാക്കളുമായി ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മുതലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. രാഹുൽ നിലവിൽ സസ്പെൻഷനിലാണെന്നും കടുത്ത നടപടികളിലേക്ക് പോകണോ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. വിപ്പ് ലംഘിച്ചാൽ മാത്രമേ MLA സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ ആലോചിക്കാൻ കാര്യങ്ങൾ. MLA സ്ഥാനം ഒരിക്കലും പാർട്ടി വിചാരിച്ചാൽ ഒഴിവാക്കാൻ കഴിയില്ല. അത് സ്വയം തീരുമാനിക്കേണ്ട. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. പാർട്ടി നേതാക്കളുമായിട്ട് വേദിയും പങ്കിടുന്നില്ല. ഇനി കുറേ കൂടെ സൂക്ഷ്മമായിട്ട് തന്നെ പാർട്ടി ഇക്കാര്യം കൈകാര്യം ചെയ്യും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഒരുക്കേണ്ട അദ്ദേഹം തന്നെയാണ്. പാർട്ടിക്കല്ല ഒരു ഉത്തരവാദിത്വം. അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത ഒരാൾ ഒളിവിലാണോ നേരിട്ടാണോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പരാതിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമെന്നായിരുന്നു MM ഹസൻ പറഞ്ഞത്. സ്വർണ്ണക്കവർച്ചയിൽ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുമെന്ന പേടിയാണ് അതിജീവിതയെ കൊണ്ട് പരാതി കൊടുക്കാൻ കാരണമെന്നും ഹസൻ പറഞ്ഞു. മാർക്സിസ്റ്റ് സഖാക്കളായിട്ടുള്ള ആളുകൾ സ്വർണ്ണപ്പാളി മോഷണത്തിൻ്റെ കവർച്ചയുടെ പേരിലാണ് കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ഒരു സന്ദർഭത്തിൽ ഈ അതിജീവത 3 മാസക്കാലം അവർ പരാതി കൊടുക്കാതിരുന്നവർ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനുണ്ടായത്. പരാതി എപ്പോഴെങ്കിലും കൊടുക്കാം. അത് വാസ്തവത്തിൽ CPM ഇന്ന് നേരിടുന്ന ഈ നേതാക്കളുടെ അറസ്റ്റ് കാര്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ ഈ അതിജീവിതയുടെ പുറത്ത് സമ്മർദ്ദമുണ്ടായി കാണും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പോലീസിൻ്റെയോ പാർട്ടിക്കാരുടെയോ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർ പരാതി കൊടുത്തത്. ഒരു പാർട്ടി പ്രവർത്തകനെ ശിക്ഷിക്കാവുന്നത് എന്താ? പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക. ഡിസ്മിസിലുണ്ട്. കാരണം അയാൾ തെളിഞ്ഞ കുറ്റം അത് തെളിയിക്കപ്പെട്ടാൽ ഒരു കോടതി വിധി ഉണ്ടായാൽ അപ്പോഴല്ലേ നമുക്ക് പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്ന കാര്യം ആലോചിക്കാൻ പറ്റൂ. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു കടുത്ത ശിക്ഷയാണ്. ഔദ്യോഗിക പരാതികൾ വരും മുൻപ് കോൺഗ്രസ് നടപടിയെടുത്തു എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിന്റെ വിശദീകരണം. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. ഞങ്ങൾ ഭരണപക്ഷ പാർട്ടിയല്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംഘടനയാണ്. അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു യുവജന സംഘടനയുടെ ഭാഗമായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി. അദ്ദേഹത്തിന് പാർട്ടിക്കകത്തുണ്ടായിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി. പാർലമെന്ററി പാർട്ടിയിലുണ്ടായിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി. അദ്ദേഹം ഇപ്പോൾ ഒരു MLA മാത്രമായിട്ട് തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പാർട്ടിയുടെ ഭാഗമായിട്ടല്ല ഇപ്പോൾ MLA ആയിട്ട് തുടരുന്നത്. രാഹുൽ വിഷയം വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിലും UDF-ലും സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വിഭാഗം നേതാക്കൾ രാഹുലിനെ പരസ്യമായി അനുകൂലിക്കുമ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ മൗനവും ചർച്ചാ വിഷയമാവുകയാണ്. ജനം, തിരുവനന്തപുരം.